അത് നമ്മൾ ആസ്വദിച്ച് പതുക്കെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ചില്ല് ചെയ്ത് പോകാനുള്ളൊരു വണ്ടിയാണ്. വെൽക്കം ബാക്ക് ടു സണ്ണി സൈഡ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സുന്ദരൻ ബൈക്കാണ്. ഇവൻ ഏത് ആംഗിളും നോക്കിക്കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ എവിടെയൊക്കെ വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ആൾക്കാർ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി വണ്ടി ഇത് ഏതാ വണ്ടി എന്നുള്ളത്. ഇതാണ് ഗോവൻ ക്ലാസിക് 350. ഈ വണ്ടിയിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നതിൻ്റെ കളർ തന്നെയാണ്, പിന്നെ ശ്രദ്ധിക്കുന്നതിൻ്റെ വീൽസ് ആണ്. ഇതിന് റോയൽ എൻഫീൽഡ് സ്റ്റോക്ക് കൊടുത്തിരിക്കുന്നത് തന്നെ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആണ്. ഫ്രണ്ട് വരുന്നത് 19 ഇഞ്ചാണ്, റയറിലേക്ക് വരുമ്പോൾ 16 ഇഞ്ചാണ് ടയറിന്റെ സൈസ് വരുന്നത്. പിന്നെ ടയറിന്റെ സൈഡിൽ കാണുന്ന ഈ സൈഡ് വോൾസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി പെയിന്റ് അല്ല, അത് വൈറ്റ് റബ്ബർ തന്നെയാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേഡ് ആവില്ല. ഇപ്പൊ കാണുന്നത് നിങ്ങൾ നോക്കേണ്ടത് ചെളി പിടിച്ചിരിക്കുകയാണ്. ബൈക്ക് പ്രോപ്പർലി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ശരിക്കും തെളിഞ്ഞു വരും. ഈ വണ്ടിയുടെ ഹാൻഡിൽ ബാർ കണ്ടില്ലേ, നമ്മൾ ഇരിക്കുമ്പോൾ ഫുള്ളി സ്ട്രെച്ച്ഡ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുക. ഈ മോഡൽ ഹാൻഡിൽ ബാർസിനെ ഏപ്പ് ഹാങ്ങേഴ്സ് എന്നാണ് പറയുക. ഹാർലി ഡേവിഡ്സൺ പോലത്തെ വണ്ടികളാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാർ കണ്ടിട്ടുള്ളത്. ഈ വണ്ടിയുടെ റിവേഴ്സ് സ്റ്റോക്ക് വരുന്നത് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ്. സീറ്റ് ഹൈറ്റിലേക്ക് വരുമ്പോൾ 750 mm മാത്രമാണ് വരുന്നത്. ഞാൻ 5 feet 5 ആണ്, എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനേക്കാളും ഉയരം കുറഞ്ഞ ആൾക്കാർക്ക് സുഖമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന വണ്ടിയുടെ സൈലൻസറാണ്. ഈ കാണുന്നത് കമ്പനി സ്റ്റോക്ക് ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. എക്സോസ്റ്റ് നോട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. നമ്മളൊരു മീറ്റിയോർ അല്ലെങ്കിൽ ഒരു ക്ലാസിക് 350 വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിക്കുള്ളൊരു ഗ്രണ്ട് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിൽ മെജോറിറ്റി നിങ്ങൾ കാണുന്ന കംപ്ലീറ്റ് സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോക്ക് അല്ലാതെ നിങ്ങൾ ഈ വണ്ടിയിൽ കാണുന്ന റെയർ സീറ്റിൽ കാണുന്ന ഈ ബാക്ക് റെസ്റ്റ് ആണ്. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ഇത് ഒരു മീറ്റിയോർ 350യുടെ ബാക്ക് റെസ്റ്റ് ആയിട്ട് തോന്നുമായിരിക്കും, പക്ഷേ ഇത് മെറ്റീരിയൽ വരുന്നത് ഫൈബറാണ്. റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റോക്ക് വരുന്നത് മെറ്റലാണ്. ഇതൊരു ബോബർ ഡിസൈൻ ആയിട്ടാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയെങ്കിലും ഇതിന് റെയർ സീറ്റ് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ സിംഗിൾ സീറ്റ് മാത്രമായിട്ട് കാണാനാണ് പ്രത്യേക ഒരു ഭംഗിയുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റെയർ സീറ്റും ഈ കാണുന്ന പ്ലേറ്റ് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അത് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി ബാക്കിൽ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല. ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ലോ, വണ്ടി ഹൈവേസിൽ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ ഭയങ്കര രസമാണ്. ഈ വണ്ടി എന്ന് പറയുന്നത് അങ്ങനെ കൈ കൊടുത്ത് പൊളിച്ചു ഓടിക്കേണ്ട ഒരു വണ്ടിയല്ല. ഒരു 80 to 90 km/h ക്രൂസ് ചെയ്ത് ഇങ്ങനെ പോകാൻ ഒരു പ്രത്യേക സുഖമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഹൈനസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഓടിച്ചൊരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോവൻ ക്ലാസിക് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ വണ്ടിയുടെ ലുക്സ് എവിടെ കൊണ്ട് നിർത്തിയാലും ആൾക്കാർ വൻ നോട്ടമാണ്. സത്യം പറഞ്ഞാൽ എവിടെന്നാ മോഡിഫൈ ചെയ്യുന്നൊക്കെ ചോദിക്കുക. ഞാൻ പെട്രോൾ അടിക്കാൻ നിന്നപ്പോൾ പുള്ളി ചോദിച്ചാൽ ഹാൻഡിൽ ബാർ എവിടെന്നാ മാറിയെന്നുള്ളത്. ഈ വണ്ടിയുടെ ഓണറിനോട് സംസാരിച്ചപ്പോൾ പുള്ളിയും പറഞ്ഞു പുള്ളിനെ ഒരിക്കൽ പോലീസ് വരെ പൊക്കിയിട്ടുണ്ട് ഹാൻഡിൽ ബാർ മോഡിഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട്. അവസാനം RC ബുക്കിൽ മോഡൽ കാണിച്ച് അത് ഫോട്ടോ ഗൂഗിളിൽ എടുത്ത് കാണിച്ചു കൊടുത്താണ് പോലീസുകാർ വിട്ടതെന്ന് പറഞ്ഞു. ഈ വണ്ടി ഇറങ്ങിയിട്ട് ഒരു 1.5 കൊല്ലം ആയെങ്കിലും റോഡിൽ വളരെ അപൂർവമാണ് ഈ വണ്ടി. അപ്പം ആ ഒരു ഫാക്ടർ കൂടിയുണ്ട്. നിങ്ങളൊരു ഗോവൻ ക്ലാസിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു യൂണിക് മോട്ടോർ സൈക്കിൾ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. കാരണം ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. സത്യം പറയുകയാണെങ്കിൽ ഗോവൻ ക്ലാസിക്കിൻ്റെ ഈ ഒരു കളർ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വണ്ടിയുടെ ഓണർ ഈ വണ്ടി എടുത്തിട്ട് ഓൾമോസ്റ്റ് 1.5 കൊല്ലം കഴിഞ്ഞു. വണ്ടി ഓൾമോസ്റ്റ് 21,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. സർവീസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2,500 to 3,000 rupees എക്സ്പെക്ട് ചെയ്യാം എവറി 5,000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 6 months കൂടുമ്പോൾ. ഇതാ കണ്ടോ, നമ്മൾ 80 km/h ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോവാം. അത് ഹാൻഡിൽ ബാർ കണ്ടോ, കംപ്ലീറ്റ്ലി കൈ സ്ട്രെച്ച് ചെയ്തായിരിക്കുന്നത്. അതൊരു പ്രത്യേക ഫീലാണോ. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഇങ്ങനെ ഇരിക്കുന്ന കാരണം നമുക്ക് തോന്നും ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഭയങ്കര മോശമാണെന്നുള്ളത്. പക്ഷേ അല്ല കേട്ടോ, ടേണിംഗ് റേഡിയസ് വളരെ കുറവാണ്. വളരെ സിമ്പിളായിട്ട് വണ്ടി കുറഞ്ഞു വരും യു ടേണൊക്കെ എടുക്കുമ്പോൾ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൈവേസിൽ ഇങ്ങനെ ഇരുന്ന് പോകാനായിട്ടാണ്. ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് കുറേ പേര് പറഞ്ഞു ഇതിൻ്റെ റെയർ ഷോക്ക് കുറച്ച് സ്റ്റിഫാണെന്നുള്ളത്. യെസ്, ഇതിൻ്റെ റെയർ ഷോക്ക് കുറച്ച് സ്റ്റിഫ് തന്നെയാണ്. ഒരു പില്ലിൻ കൂടെ വന്നു കഴിഞ്ഞാൽ കുറേ കൂടി കംഫർട്ടബിൾ ആവും. പക്ഷെ ഞാൻ ഇത്രയും ദൂരം ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മളിത് ഹൈവേയിൽ നിന്ന് യു ടേൺ എടുക്കുകയാണ്. റോഡിൽ ഇത്തിരി പൊളിഞ്ഞ് കിടക്കുക, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കേട്ടോ, നമ്മളിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 100 കിലോമീറ്റേഴ്സിലാണ് പോകുന്നത്. ഒരു 90 ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു കംഫർട്ട് അങ്ങോട്ട് പോകും. വണ്ടി കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആണോ പോലെ നമുക്ക് തോന്നും. നേരെ മറിച്ച് നമ്മൾ സ്പീഡ് കുറച്ച് ഒരു 80s കൊണ്ടുവന്ന് ഇപ്പോൾ 5th ഗിയറിലാണ് നമ്മൾ 80 km/h ഇങ്ങനെ ഇരുന്ന് പോകാൻ ഭയങ്കര ഒരു സുഖമാണ്. ഞാൻ മീറ്റിയോറും കുറേ ഓടിച്ചിട്ടുള്ളതാണ്, പക്ഷേ എനിക്ക് മീറ്റിയോറിനേക്കാളും കുറേ കംഫർട്ടബിളായിട്ട് തോന്നിയത് ഈ ഒരു വണ്ടിയാണ്. എന്നെ അതിശയിപ്പിച്ച് തോന്നിയൊരു കാര്യമുണ്ട്, ഈ വണ്ടിയുടെ ടയർ പ്രഷർ. ഫ്രണ്ട് 22 PSIയും റയർ 26 ആണ് വരുന്നത്. അത് ഇതിന് വരുന്ന ടയറിൻ്റെ പ്രത്യേകത കാരണമാണ്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ഫ്രണ്ട് 22 ആൻഡ് റയർ 26 ആണ്. നിങ്ങളൊരു 6 feet താഴെ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാവുന്നൊരു വണ്ടിയാണ്. 6 feet മേലുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ വണ്ടിയാണെന്നുള്ളൊരു ഫീൽ വന്നേക്കാം.
ഞാനെപ്പോഴും പറയാറുണ്ട് ഞാൻ 5'5" ആണ്, എനിക്ക് ഈ വണ്ടിയിൽ ഓടി കളിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ എത്ര ഫ്രണ്ടിലോട്ട് കയറി നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഇവൻച്വലി ആ സീറ്റിൻ്റെ സെൻറ്ററിൽ തന്നെ വന്നിരിക്കും. അതാണ് അതിൻ്റെ ഒരു കംഫർട്ട് സ്പോട്ട് വരുന്നത്. ഗോവൻ ക്ലാസിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് എൻ്റെ സീറ്റിൽ വരുന്നുണ്ട്. എനിക്കതങ്ങനെ സീറ്റിൽ കൊള്ളുന്നതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഞാനത് കണ്ടപ്പോൾ കരുതിയത് ഞാൻ ഇരുന്ന് ഓടിക്കുമ്പോൾ ബാക്ക് അവിടെ തട്ടിയിട്ട് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടാവുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് ഇത്രയും ദൂരം ഓടിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിച്ചു കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ബ്രേക്കിംഗ് ഒക്കെ ഡീസൻറ്റ് തന്നെയാണ്. നമ്മളൊരു 80-90 പോയി കഴിഞ്ഞ് ഈവൻ ഒരു സഡൻ ബ്രേക്കിംഗ് വന്നാലും വണ്ടി പിടിച്ച് നിർത്താനുള്ള ബ്രേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ വണ്ടിക്ക് ഉണ്ട്. ഡ്യൂൾ ചാനൽ ABS ആണ് സ്റ്റോക്ക് വരുന്നത് ഈ വണ്ടിക്ക്. ഒരു പാനിക് ബ്രേക്കിംഗ് സിറ്റുവേഷൻ ഒക്കെ വന്നാലും പേടിക്കേണ്ട കാര്യമില്ല. ക്ലാസിക് 350യും ഗോവൻ ക്ലാസിക്കും തമ്മിൽ സത്യം പറയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. എൻജിൻ എല്ലാം സെയിം തന്നെയാണ്. ആകെ ഒരു പോസ്ചറും ആ സീറ്റിൻ്റെയും പിന്നെ കളർ കോമ്പിനേഷനൊക്കെയാണ് വ്യത്യാസം വരുന്നത്. സ്പോക്ഡ് ട്യൂബ്ലെസ് വീൽസ് ആണ് വരുന്നത്. റോയൽ എൻഫീൽഡ് 350 സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഈ വണ്ടിക്കാണ് കൊടുക്കുന്നത്. ക്ലാസിക് 350ൽ അലോയ് വീൽസ് അവൈലബിൾ ആണ്. പക്ഷേ ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഈ ഒരു വണ്ടിയിലാണ്. പിന്നെ ഈ വണ്ടിക്ക് കുറച്ച് റേറ്റും കൂടുതലാണ് കേട്ടോ. നിങ്ങളൊരു ക്ലാസിക് 350 നോക്കിയിട്ട് ഗോവൻ ക്ലാസിക് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30,000 to 40,000 rupees എക്സ്ട്രാ ആണ് ക്ലാസിക് 350 വെച്ച് നോക്കുമ്പോൾ ഗോവൻ ക്ലാസിക്കിന്. അപ്പോൾ അതും ഒരു കാരണമായിരിക്കും അധികം ഈ വണ്ടി റോഡിൽ കാണാത്തത്. ഈ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കാണുന്നു, ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു. അങ്ങനെ ചിന്തിച്ചൊന്നും പോയി എടുക്കേണ്ട വണ്ടിയല്ലത്. നിങ്ങളൊരു 80-90 സമാധാനപരമായിട്ട് ക്രൂസ് ചെയ്ത് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നോക്കാവുന്നൊരു വണ്ടിയാണ് ഗോവൻ ക്ലാസിക്. ഒരു അറ്റൻഷൻ സീക്കറാണ് അവൻ. എവിടെ കൊണ്ടെന്ന് വെച്ചാലും ആൾക്കാർ നോക്കും. ആൾക്കാർ നിങ്ങളൊന്ന് ചോദിക്കുകയും ചെയ്യും ഇതേതാ വണ്ടി എന്നുള്ളത്. ഇതൊരു റോയൽ എൻഫീൽഡാണ് വിച്ച് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു ക്ലാസിക് 350. അപ്പോൾ അതിൻ്റെ പാർട്സ് കിട്ടാനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. വേറെ പല കളേഴ്സിലും ഗോവൻ ക്ലാസിക് അവൈലബിൾ ആണ്. ഓരോ കളറും ഒന്നൊന്നിന് മെച്ചമാണ്, അത് പറയുക തന്നെ വേണം. ഈ കാണുന്ന മിറേഴ്സ് സ്റ്റോക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. മിറേഴ്സ് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒന്നും വരുന്നില്ല. ഹെഡ്ലൈറ്റ് അഗൈൻ ഇപ്പോൾ വരുന്ന എല്ലാ വണ്ടികൾക്കും LED ആണ്. അതിൽ പ്രത്യേകിച്ച് ഗുണം ഒന്നുമില്ല. നൈറ്റ് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പേർ ഫോക്സ് ലാംപ്സ് വാങ്ങി വയ്ക്കുന്നത് തന്നെയാണ് നല്ലൊരു വിസിബിലിറ്റിക്കും സേഫ്റ്റിക്കും നല്ലത്. ഈ വണ്ടിയുടെ റെയർ ഷോക്ക് ഒരു ഇത്തിരി സ്റ്റിഫാണ് ഞാൻ പറഞ്ഞില്ലേ. ഹൈവേസിലൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മളിപ്പോൾ സിറ്റി കമ്മ്യൂട്ട്സിലൊക്കെ അത്യാവശ്യം മോശം റോട്ടിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു അടി നമുക്ക് ബാക്കിൽ ഫീൽ ചെയ്യും. പക്ഷേ ഹൈവേസിൽ ഇത്രയും ദൂരം ഓടിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയത്തക്ക എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. എൻ്റെ സ്റ്റോക്ക് സീറ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ സീറ്റ്സ് തന്നെയാണ് വരുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ടോ നംനെസ്സോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പില്ലിയൻ സീറ്റ്സിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ വണ്ടിയിൽ ഓണറാണെന്നുണ്ടെങ്കിലും അധികം പില്ലിനെ വെച്ചിട്ട് ഓടിച്ചിട്ടില്ല. അപ്പോൾ ഗോവൻ ക്ലാസിക് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പില്ലിയൻ സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻസ് ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, ഇങ്ങനത്തെ വണ്ടികളൊക്കെ അങ്ങനെ കൈ കൊടുത്ത് പൊളിച്ചു കൊടുക്കാനുള്ളതല്ല. ഇത് നമ്മൾ ആസ്വദിച്ച് പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ചില്ല് ചെയ്ത് പോകാനുള്ളൊരു വണ്ടിയാണ്. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അങ്ങനെ പതുക്കെ ശാന്തമായി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ വണ്ടി എടുത്താൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. 100-110 വരെയൊക്കെ പുഷ് ചെയ്യാം. 90 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ കംഫർട്ട് തീരെ കുറയും. പിന്നെ നമ്മൾ വണ്ടിനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന പോലെ തോന്നും. അങ്ങനെ പുഷ് ചെയ്ത് നമ്മളും വയ്യാണ്ടായി പോകും. പിന്നെ നിങ്ങൾ എവിടെ പോയാലും വണ്ടിയിൽ ആൾക്കാർ തിരിഞ്ഞ് നോക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ വിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ട്രിപ്പർ നാവിഗേഷൻ വരുന്നുണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാപ്സ് ടേൺ ബൈ ടേൺ ഇതിൽ കാണാവുന്നതാണ്. അല്ലാത്ത പക്ഷം അതൊരു ക്ലോക്കായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ വണ്ടിയിൽ ഓണർ ഈ വണ്ടി എടുത്തിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു. ഓൾമോസ്റ്റ് 21,500 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഇത്രയും ഓടിയിട്ടും ഈ വണ്ടിയിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതായിട്ട് ഈ വണ്ടിയിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അതൊരു റോയൽ എൻഫീൽഡ് യൂസർ പറഞ്ഞു കേൾക്കുന്നത് വളരെ ചുരുക്കമാണ്. അത് കേട്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം റോയൽ എൻഫീൽഡ് എടുത്തിട്ട് ഒരു പരാതിയും പറയാത്ത കസ്റ്റമേഴ്സ് വളരെ അപൂർവമാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടൊരു കസ്റ്റമറാണ് ഈ വണ്ടിയിലെ ഓണർ. അങ്ങനെ യാതൊരു കുഴപ്പങ്ങളും കൂടാതെ ഈ ഒരു ഓണർ ഈ വണ്ടി വർഷങ്ങളോളം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഗോവൻ ക്ലാസിക് 350യെ കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. ഈ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ്സ് ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ്സ് അറിയിക്കാം. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണ്ണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. ബൈ.